കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഗ്രാമത്തിലെ ഒരു ഫാമിലി കള്ള് ഷാപ്പ്. ഈ ഷാപ്പിൽ കള്ള് മാത്രമല്ല ഭായി, സൂപ്പർ നാടൻ വിഭവങ്ങളും ഉണ്ടെന്നാണ് ഫാമിലി എന്ന പേര് കേട്ട് ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി. നമ്മുടെ നാട്ടിലെ തനി നാടൻ വിഭവങ്ങളൊക്കെ ഈ ഷാപ്പിൽ ഉണ്ടാകും. പുഴ, കായൽ, മത്സ്യങ്ങൾ അതൊക്കെ വച്ചും വറുത്തും ഒക്കെ തരും. മാത്രമല്ല നാടൻ കൂട്ടുകൾ കറികൾക്കായി ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ കുടുംബസമേതം പോകാൻ പറ്റിയ അടിപൊളി കള്ള് ഷാപ്പ് എന്നാണ് അർച്ചന പറയുന്നത്. ബാക്കി നമുക്ക് കണ്ടു നോക്കാം. ഏതൊരു ഗ്രാമം ആകുമ്പോഴും അവിടെ ഒരു കള്ള് ഷാപ്പ് മസ്റ്റ് ആണല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോട്ടെ വെള്ളരിക്കുണ്ടിനടുത്തുള്ള പുഴയോരം കള്ള് ഷാപ്പിലാണ്. അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടുവന്നാലോ. കായലി കൊത്തിക മുക്കൊന്ന് കൂട്ടുന്ന എവിടെ പാല കായലി കൊത്തിക മുക്കൊന്ന് കൊട്ടുന്ന മുള്ളും തലന്നടിപ്പോ പ്ലവമുറുത്തായ പത്തായം പൊട്ടുന്ന മാവം തലന്നടിപ്പോ പ്ലവമുറുത്തായ പത്തായം പൊട്ടുന്ന മാവം തലന്നടിപ്പാ. ഷാപ്പിലെ ഭക്ഷണശാലയിലാണ് നമ്മളുള്ളത്. ഒരുപാട് വിഭവങ്ങൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ നല്ല സ്മെല്ലുകളും ഓരോന്നിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് ഏതൊക്കെയാണ് വിഭവങ്ങളുടെ എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അല്ലേ. ചേട്ടാ, എന്തൊക്കെയാണ് വിഭവങ്ങൾ? മീൻ്റെ തലക്കറി ഉണ്ട്, പിന്നെ പോത്ത് ഫ്രൈ ഉണ്ട്, താറാവ് മപ്പാസ് ഉണ്ട്, താറാവ് റോസ്റ്റ്, ചിക്കൻ കൊണ്ടാട്ടമുണ്ട്, എല്ലുകറി ഉണ്ട്, മീൻ കറിയാണ് ചൂരക്കറി, പിന്നെ താറാവ് റോസ്റ്റ് ഉണ്ട്, കൂന്തലുണ്ട്, നാടൻ കോഴിയുണ്ട്, കുരുമുളക് ചിക്കൻ, മുയൽ ഫ്രൈ, പോട്ടി ഫ്രൈ, പന്നി ഫ്രൈ. ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്? ഐറ്റംസ് ഒക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത്, എല്ലാ കറികളും. പിന്നെ നമ്മൾ ഒരാളുണ്ട് പൊറോട്ടയ്ക്കും ബിരിയാണിയൊക്കെ ആക്കാൻ വേണ്ടി. പിന്നെ ഗിരീഷേട്ടനും ഒരു ഭണ്ടാരിയാണ്. പിന്നെ അവിടെ എല്ലാവരും അത്യാവശ്യം അറിയുന്നു. കള്ള്, മുന്തിരിക്കള്ള്, കാന്താരി, ഇഞ്ചി കള്ളെല്ലാം ഉണ്ട്. ഒരുപാട് ആളുകൾ കള്ളു കുടിക്കാനും അതുപോലെ ഭക്ഷണങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഫുഡ് കഴിക്കാനാണ് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്. പുറത്തുള്ള ആൾക്കാരെ കൂടുതലും വരുന്നത്. നമ്മൾ നല്ല മസാലകൾ ഉപയോഗിക്കുന്നത്, നല്ല മില്ലിൽ നിന്ന് പൊടിച്ചിട്ട് മസാലകളെല്ലാം ഉപയോഗിക്കുന്നത്. അടിപൊളിയാണ്. അല്ല, ഇവിടത്തേക്ക് ആദ്യമായിട്ട് മുമ്പ് വേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ഫുഡാണ് ഇവിടെയുള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. മെയിൻ പോർക്ക് നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അതാണ് ഇഷ്ടപ്പെട്ടത്. കള്ളൊക്കെ ട്രൈ ചെയ്തോ? ചെറുതായിട്ട് ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചു. ഇത് കുറച്ച് ഡേഞ്ചറാണ്. ട്രൈ ചെയ്യുമ്പോൾ നോക്കി കണ്ടും ട്രൈ ചെയ്യുക. കുറച്ച് സ്പൈസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങോട്ട് ദൂരെ ഓടാനുള്ളത് കൊണ്ടും കുറച്ച് പിടിക്കാൻ നിന്നില്ല. ஃபுட் இஸ் வெரி குட், சூப்பராக இருந்துச்சு. இது ஃபுட்டு ட்ரை பண்ணிட்டு வந்தேன். பட் ஃப்ரெண்டோட மேரேஜ் ஒகேஷன் ഇത് സെറ്റപ്പില്ല. ബോട്ട് സൂപ്പറായി ഇരുந்துச்சு. എങ്ങനെയുണ്ട് ഫുഡ്? ഒരു രക്ഷയില്ല. എനിക്ക് കള്ളും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ബീഫ്, അതുപോലെ പോർക്ക്, അതെല്ലാം നന്നായിരുന്നു. അതുപോലെ നാടൻ കോഴിക്കറി, അത് വളരെ നന്നായിരുന്നു. ആദ്യമായിട്ടാണോ ഇങ്ങനെ കള്ള് ഷാപ്പിലേക്ക് വരുന്നത്? ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടൈം தான் வரீங்க. നല്ല ഫീലാണ്. நல்லா இருக்கு. അടിപൊളി വൈബ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇങ്ങ് വരണം. നല്ല സ്വാദുള്ള കള്ളും അതുപോലെ വൈവിധ്യങ്ങളായ ഒരുപാട് ഭക്ഷണ വിഭവങ്ങളും കഴിച്ചു പോവാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്. അച്ഛനെ ഇരുന്നതിന് പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൊച്ചു മുതലാളി എനിക്ക് വിശക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് വിശപ്പ് തോന്നാതിരിക്കുന്നത്. അപ്പോൾ